ഇല്ല. അപ്പോ എന്തോ അത്യാവശ്യ കാര്യത്തിലാണ് പോയിരിക്കുന്നതെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇന്നലെ മുതൽ വിളിക്കുന്നതാ, കോള് പോകുന്നില്ല. ആ, ഞാനും കൂടി വിളിക്കാം. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാനും പറയാം. ആ, ഇന്നലെ ഒരുപാട് രാത്രിയായോണ്ട ഞാൻ വിവരം പറയാഞ്ഞത്. പിന്നെ സീരിയസ് ആയ കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടറും പറഞ്ഞായിരുന്നു. റാണിയുടെ അച്ഛൻ ആരുടെ കാര്യമായി പറയുന്നേ? മഹേന്ദ്ര സാറിന്റെ. അയ്യോ, മഹേട്ടന് എന്താ പറ്റിയേ? പേടിക്കാനൊന്നുമില്ല. ഇന്നലെ രാത്രി ആ റോഡ് പണി നടക്കുന്ന സ്ഥലത്തേക്ക് വണ്ടി നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയതാ. ഈശ്വരാ! തെറിച്ച് കുഴിയിലേക്ക് വിട മഹേന്ദ്ര സാറിനെ ഞാനും 1-2 പേരും ചേർന്ന് സിറ്റി ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട്. അയ്യോ അയ്യോ, എന്നിട്ട്? കുഴപ്പമൊന്നുമില്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആളെ ചുമതലപ്പെടുത്തിയിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ടാ രാത്രിയിൽ വിളിച്ച കാര്യങ്ങൾ പറയാതിരുന്നത്. അമ്മേ, എന്താ അമ്മേ നമ്മളിപ്പോ ചെയ്യാ? ഏട്ട സ്ഥലത്തും ഇല്ലല്ലോ. ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആൾക്കങ്ങനെ വലിയ പരിക്കുകളൊന്നുമില്ല. മോളെ, നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം. എന്നാ പിന്നെ നിങ്ങൾ റെഡി ആയിക്കോ. ഞാൻ ശിവനെ കിട്ടുമെന്ന് ഒന്നുകൂടി ഒന്ന് നോക്കട്ടെ. റെഡിയാവാനൊന്നുമില്ല മോളെ. എടി, നീ ആ ഫോണിനെടുത്തേ. വേഗം സിറ്റി ഹോസ്പിറ്റലിലേക്ക് വിട്. കേറ് മോളെ. നിങ്ങളാണോ കേരളത്തിൽ നിന്ന് വന്നു പറഞ്ഞേ? അതെ ഡോക്ടർ, വിഷ്ണുവിന്റെ കൂടെ അന്നുണ്ടായിരുന്നത് ഞാനായിരുന്നു. അവയവദാനത്തിനായി അവന്റെ സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് ഒപ്പിട്ടത് ഞാനായിരുന്നു. വൈരമുത്ത് എന്നെ വിളിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കണമെന്നും പറഞ്ഞു. ഡോക്ടർ, സോറി. ഞങ്ങൾക്ക് വേണ്ടത് ആ ഡെത്ത് സർട്ടിഫിക്കറ്റാ. അത് കിട്ടിയ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകായിരുന്നു. അന്ന് ഞങ്ങള് ശ്രീകുമാർ എന്ന പേരില ഇവിടെ അഡ്മിറ്റ് ആയിരുന്നത്. അത് ഇക്കാര്യത്തിന് ഒരു രഹസ്യ സ്വഭാവം വേണമെന്ന് വിഷ്ണു പറഞ്ഞിരുന്നത് കൊണ്ടാ അന്ന് അങ്ങനെയൊന്ന് പേര് മാറ്റിയത്. ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോ അതൊരു വിഷയമാകൂ ഡോക്ടർ? ഹോസ്പിറ്റൽ രജിസ്റ്ററിൽ അങ്ങനെ തന്നെയാണ് പേര് കൊടുത്തതെങ്കിലും വിഷ്ണുവിന്റെ പേര് തന്നെയാ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. പേര് മാറ്റിയാണ് ശസ്ത്രക്രിയ നടത്തിയതെങ്കിലും പേഷ്യന്റ് മരിച്ചുപോയതിനാൽ യഥാർത്ഥ പേര് തന്നെയാ ഞാൻ ഫയലിൽ എഴുതി ചേർത്തത്. കാരണം തെറ്റായ പേര് കൊടുക്കുന്നത് മരിച്ച ആളോടുള്ള അനാദരവല്ലേ? വളരെ ഉപകാരം ഡോക്ടർ. ഇനി ഇത് ഞങ്ങൾക്ക് കിട്ടാനായി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓഫീസിലേക്ക് ചെന്നാ മതി. ഞാൻ ഫയല് അങ്ങോട്ട് അയച്ചോളാം. ഒരു 10-20 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിന്റെ ഫുൾ കോപ്പി കിട്ടും. അതുപോലെ. വളരെ ഉപകാരം ഡോക്ടർ. കാര്യങ്ങൾ ഇത്രയും ഈസിയാക്കി തന്നതിന്. അതിന് നന്ദി പറയേണ്ടത് വൈരമുത്തുവിനോട്. കാര്യങ്ങൾ പറഞ്ഞപ്പോഴേ എനിക്കിവിടെ അതിന്റെ ഫയൽ എടുക്കാൻ പറ്റി. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇനിയും വരാം. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ എന്താണെങ്കിലും ചെയ്തു തരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. താങ്ക് യു ഡോക്ടർ. പറയുന്നത് അച്ഛനും മോനും 1-2 പറയുന്നതിനിടയ്ക്ക് എന്ത് ശത്രുത ഇരിക്കുന്നു? അതൊക്കെ എല്ലാ വീട്ടിലും ഉള്ളതല്ലേ? ഏട്ടൻ വിവരം അറിയാഞ്ഞിട്ട് അച്ഛ, അല്ലെങ്കിൽ ഏട്ടൻ ഇവിടെ ഉണ്ടായേന്. എന്തിനാ മോളെ കള്ളം പറയുന്നേ? അവൻ വരില്ല, എനിക്ക് ഉറപ്പുണ്ട്. അതെ, ഡോക്ടർ വരാറായി. നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കേ. നീ വിഷമിക്കണ്ട, എനിക്കൊന്നുമില്ല. നിങ്ങളെ വഴക്കിട്ട് പുറത്താക്കിയപ്പോ എന്നാ പിന്നെ യവനിട്ട് ചെറിയ ഒരു പണി വെച്ചേക്കാവുന്ന ഈശ്വരനും തീരുമാനിച്ചു, അത്രേ ഉള്ളൂ. പണ്ടൊക്കെ ദൈവം പിന്നെയായിരുന്നു. ഇപ്പൊ സ്പോട്ടിൽ തരും പണി. കണ്ടില്ലേ കിടക്കുന്ന കിടപ്പ്? അധികം സംസാരിക്കണ്ട അച്ഛ. ഇപ്പോഴാ മോളെ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചു തുടങ്ങിയത്.
ദേവി, ഇത് നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് നിൽക്കണം. ഡോക്ടർ വന്ന് കണ്ട വഴക്ക് പറയും. പുറത്തേക്ക് നിന്നോ? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. മായേട്ടാ, ഓപ്പറേഷൻ വില്ലിംഗ് ആണോ? അതെ. ആ ലിസ്റ്റിംഗ് ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ വാങ്ങിക്കണം. എത്രയും പെട്ടെന്ന് വേണം. ഇല്ലെങ്കിൽ ഇയാളുടെ ജീവൻ തന്നെ അപകടത്തിലാവും. എന്തെങ്കിലും വന്നുപോയ പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല ഡോക്ടർ, ഉടനെ വാങ്ങിക്കാം. സാറേ, ഇത് വാങ്ങിക്കാൻ ഒരുപാട് കാശാവോ? ഞങ്ങള് പാവങ്ങളാ. അത് മരുന്ന് കമ്പനിക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും സൂപ്രണ്ടിനെ ഒന്ന് കാണാൻ. നല്ല മനുഷ്യനാ. പറഞ്ഞാ എന്തെങ്കിലും കുറവ് കിട്ടും. അല്ലെങ്കിൽ അതിനുള്ള വഴി കാണിച്ചു തരും. എനിക്കും വേണ്ടത് ആ വഴി തന്നെയാ. നിന്റെയൊക്കെ മുകളിലിരിക്കുന്നവരിലേക്കുള്ള വഴി. എന്താ ആലോചിക്കുന്നത്? അത് കാശിന്റെ കാര്യം ആലോചിച്ചതാ സാറേ. അതെ, താൻ ഇവരെ സൂപ്രണ്ടിന്റെ അടുത്ത് കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ശരിയാക്കിയിട്ട് വാ. ശരി ശരി ഡോക്ടർ. എന്നാ താൻ വേഗം ചെല്ലുക.